ചന്ദ്രിക ദിനപത്രത്തിന്റെ നവതി ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പയിൻ അതിന്റെ നിയോജകമണ്ഡലം തല ഉദ്ഘാടനം ബഹുമാനനായ മുൻ മന്ത്രി ശ്രീ ജി സുധാകരൻ അവരെ കൊണ്ട് നിർവഹിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. സ്വാഭാവികമായും ഇപ്പോഴത്തെ സമകാലീന സംഭവവികാസങ്ങൾ സുധാകരൻ സാറിനെ കൂടുതൽ ശ്രദ്ധേയനാക്കുകയാണ്. അപ്പൊ അതും ഈ ചന്ദ്രികയുടെ വരവും കൂടി കൂട്ടിക്കുഴക്കുമോ എന്നൊരു ആശങ്ക അദ്ദേഹത്തിനുണ്ട്. സുധാകരൻ സാറിനെ ഞങ്ങൾ കാണുന്നത് കേവലം ഒരു പാർട്ടി നേതാവെന്ന നിലക്കല്ല, CPM-ന്റെ നേതാവെന്ന നിലക്കല്ല. അദ്ദേഹം MLA ആയിരിക്കുമ്പോഴും മന്ത്രിയായിരിക്കുമ്പോഴും ഏവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ചന്ദ്രികയുടെ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ആദ്യമായിട്ടല്ല ഞങ്ങൾ സംഘടിപ്പിക്കുന്നതിന് മുമ്പും കഴിഞ്ഞ വർഷവും അദ്ദേഹം തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഒരു പൊതുകാര്യ പ്രസക്തനെന്ന നിലക്കും പൊതുവെ അമ്പലപ്പുഴയുടെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലക്കും ചന്ദ്രികയുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന പഴയകാല ബന്ധമെല്ലാം മുൻനിർത്തിയുമാണ് നമ്മൾ അങ്ങനെ ഒരു സെലക്ഷൻ നടത്തിയത്. അപ്പോൾ ഇപ്പോഴത്തെ ചുറ്റുപാടിൽ സ്വാഭാവികമായും ഒരു വിവാദത്തിന് നിൽക്കണ്ട എന്ന പുള്ളിയുടെ സൗദ്ദേശം കൊണ്ടാണ് പുള്ളി നല്ല നിലയിൽ നമ്മളോട് ആ കാര്യങ്ങൾ സൂചിപ്പിച്ചു. അക്കാര്യത്തിൽ ഞങ്ങൾ പൂർണ്ണ തൃപ്തരുമാണ്. എത്തുന്നതിന് തൊട്ട് മുമ്പ് അറിയിച്ചു. പിന്നെ എന്താണ് നേരിട്ട് കാര്യങ്ങൾ തിരക്കാമെന്ന് വെച്ചിട്ടാണ് വന്നത്. അക്കാര്യത്തിൽ അദ്ദേഹത്തെ ഒരു വിവാദത്തിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകണം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ആരെയും ഒരു പ്രതിസന്ധിയിലാക്കാൻ ഞങ്ങളുടെ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല, ചന്ദ്രിക ദിനപത്രം ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്.